ഹലോ ഫ്രണ്ട്സ്, ഹൈഫാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു അടിപൊളി ഈവനിങ് സ്നാക്സാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒരു ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. 3 ഉരുളക്കിഴങ്ങ് ഞാനൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുക്കറിൽ വിസിൽ വരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ബൗളിലേക്ക് അരിപ്പൊടി 2 വലിയ കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിലേക്ക് ചില്ലി ഫ്ലെക്സും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനിയും ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി, പിന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ വിസിൽ വന്നിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്, നമ്മുടെ പൊട്ടാറ്റോ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചൂടാറിയതിന് ശേഷം ഇങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഉടച്ചെടുത്തതിന് ശേഷം ഞാൻ കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ഇട്ട് കൊടുത്ത് കുറച്ച് നല്ലോണം അതൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. ഇനി ഇതൊന്ന് കൈ വെച്ചിട്ട് നല്ലോണം ഈ അരിപ്പൊടി ഇതെല്ലാം ഒന്ന് നല്ലോണം മിക്സാക്കി എടുക്കാനുണ്ട് കേട്ടോ. നല്ല പോലെ മിക്സാക്കി ആ ഒരു ഉരുള പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് കുറച്ച് എടുത്തിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നീളത്തിലാണ് ഷേപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് വേറെ ഉരുട്ടിയിട്ടാണ് പിന്നെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാണെങ്കിൽ അങ്ങനെയും കൂടെ ചെയ്യാം കേട്ടോ. ഞാൻ ഇങ്ങനെ ഒരു നീളത്തിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ എല്ലാം ഉരുട്ടി റെഡിയാക്കി വെച്ചതിന് ശേഷം ഇനി നമുക്കൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാവാൻ വെക്കണം കേട്ടോ. കുറച്ചുകൂടെ ചെറുതാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ എല്ലാം കൂടെ ഈ ഒരു ഷേപ്പിലാണ് എടുത്തത്. ഇതാ പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ചട്ടിയൊന്നും കണ്ട് നിങ്ങൾ അന്തം വിടണ്ട. ഈ ചട്ടി നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. നമുക്ക് പുതിയ ഫ്രൈ പാനൊന്നും ചിലപ്പോൾ ഇതിൻ്റെ അത്ര ഗുണം ചെയ്യൂല. ഇതിൽ മുട്ട പൊരിക്കാൻ, മീൻ പൊരിക്കാൻ, ഇതുപോലെയുള്ള സ്നാക്സുകളൊക്കെ പൊരിച്ചെടുക്കാൻ ഈ ഒരു ചീനച്ചട്ടി ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. നമുക്ക് ഉപയോഗമല്ലേ നമുക്ക് മുഖ്യം. അതുകൊണ്ട് ഇത് ഒഴിവാക്കാനും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. നല്ല പോലെ ഗോൾഡൻ കളർ വരുന്നത് വരെ ഒന്ന് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇത് മയോണൈസിൻ്റെ കൂടെ അങ്ങനെ കഴിക്കാം. ഞാൻ മയോണൈസൊന്നും ഉണ്ടാക്കണില്ല. പെട്ടെന്നൊരു തട്ടിക്കൂട്ടി ഈവനിങ് സ്നാക്സായിട്ട് ഞാൻ വീട്ടിലുള്ള ചേരുവ കൊണ്ട് ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒന്ന് ട്രൈ ചെയ്യാണ് കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഞാൻ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടില്ല, ഇത് ചട്ടിയിലൊട്ടി പിടിക്കുക ഒന്നും ചെയ്യൂല കേട്ടോ. ഈ ചട്ടി ഇതിൽ മീനൊക്കെ നമുക്ക് ഏറ്റവും പെർഫെക്റ്റായിട്ട് നമുക്ക് ഈ ചട്ടിയിൽ ഒന്ന് പൊരിച്ചെടുക്കാൻ പറ്റും. പഴയ ചീനച്ചട്ടിയൊന്നും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒഴിവാക്കി കളയരുത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിരിച്ച് മറിച്ചിട്ടൊന്ന് നല്ല പോലെ വേവിച്ചൊന്ന് എടുക്കുന്നുണ്ട്. നല്ല ഒരു ഗോൾഡൻ കളർ കിട്ടുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. അപ്പം ഇതൊന്ന് ഗോൾഡൻ കളർ ആയതിന് ശേഷം നമുക്കൊന്ന് മാറ്റി വെക്കാം. കണ്ടില്ലേ, ഏറ്റവും ഈസിയായി പെർഫെക്റ്റായിട്ട് എങ്ങനെ നമുക്കൊരു പൊട്ടാറ്റോ വെച്ചിട്ട്
ഈവനിങ് സ്നാക്സ് എടുത്തത് കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഒന്ന് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.